ഈ സാരി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പഴക്കമുള്ള സാരിയല്ല. ചിന്നുവിൻ്റെ സാരിയാണ് 1-2 പ്രാവശ്യം പുള്ളിക്കാരി ഉടുത്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കോലം കണ്ടിട്ട് കുറേ ഉടുത്ത പോലെ ഉണ്ടല്ലേ. അത് ഈ സാരിയുടെ മെറ്റീരിയലാണ് കേട്ടോ. ഈ മെറ്റീരിയലിൻ്റെ കാരണം കൊണ്ടാണ് പുള്ളിക്കാരി വേണ്ടാന്ന് വെച്ചത്. അമ്മ ഒരിക്കൽ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം 10,000 രൂപ സംതിങ് ആയായിരുന്നു അന്ന്. പക്ഷേ ഈ സാരി ഇങ്ങനെ പണി തരുമൊന്നും കരുതിയില്ല. ഞാനായിരുന്നു സെലക്ട് ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറായിരുന്നു. 1000 രൂപയ്ക്ക് ആകുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഈ സാരി അങ്ങ് സെറ്റാക്കിയത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഉടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് സാരി ഉടുക്കുന്ന ആളാണെങ്കിലും ഇത് ഉടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഉടുക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. കാരണം എല്ലാ സാരി ഉടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചില സാരി പറ്റില്ല എന്ന് പറയുമ്പോൾ ചില പറ്റാണ്ട് തന്നെ ആയിരിക്കണം. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത സാധനം കളയുന്നത് കാണുമ്പോഴും പിന്നെ ഈ ഇഷ്ടമുള്ള കളറൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് പറയും, എന്തായാലും കളയുമല്ലേ, നമുക്കൊന്ന് പരീക്ഷണം നടത്താമെന്ന് കരുതി സാരി വെട്ടി ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വെച്ചാൽ ആദ്യമേ ഗൗൺ തയ്ക്കാമെന്നാണ് ആദ്യം കരുതിയത്. അതിനുശേഷം വിചാരിച്ചു പട്ടുപാവാട തയ്ക്കാമെന്ന്, പിന്നെ വിചാരിച്ചു ക്രോപ്പ് ടോപ്പ് തയ്ക്കാമെന്ന്, അങ്ങനെ പലതും വിചാരിച്ചെങ്കിലും അവസാനം തയ്ച്ചു പിടിച്ച് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ചെറിയ ബ്ലൗസായി പോയിട്ട് നമ്മുടെ സാരി ബ്ലൗസില്ലേ ആ ഒരു കട്ടായി പോയി. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലെ ബോർഡർ കംപ്ലീറ്റ്ലി വെട്ടിയെടുത്ത് മറ്റേ സൈഡിൽ അറ്റാച്ച് ചെയ്ത് താട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയ ബ്ലൗസായി പോകുന്നത്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ ആ ചെറിയ ബ്ലൗസ് കുറേയധികം വയറ് കാണുന്നതുകൊണ്ട് കാണാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് താഴത്ത് ഒരു ചെറിയ പട്ട പോലെ വെച്ച് കൊടുത്തു. ആ കെട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.